ഭാരതീയ ജ്യോതിഷപ്രകാരം ജനിച്ച സമയം, ദിവസം, സ്ഥലം എന്നിവ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയാണ്, അതായത് ഒരാളുടെ ജന്മനാളും മാസവും ഗണിച്ച് ജ്യോതിഷികൾ അവരുടെ ചില പൊതു സ്വഭാവങ്ങളും പ്രത്യേകതകളും പ്രവചിക്കുന്നത്. ഇതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജ്യോതിഷികളും ഇത്തരം പ്രവചനങ്ങൾ നടത്താറുണ്ട്. ഇതുപ്രകാരം ഗ്രിഗോറിയൻ കലണ്ടർ, അതായത് ഇംഗ്ലീഷ് മാസത്തിലെ ജനിച്ച മാസം കണക്കാക്കി ഭാവി പ്രവചിക്കാൻ സാധിക്കും. ഇങ്ങനെ ജനിച്ച മാസം അനുസരിച്ച് സ്ത്രീകളുടെ പൊതു സ്വഭാവങ്ങളും സവിശേഷതകളും എന്തൊക്കെയെന്ന് നോക്കാം. സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് ജനുവരി മാസത്തിൽ ജനിച്ച സ്ത്രീകൾ. തന്റെ ലക്ഷ്യമെന്നുറപ്പിച്ച കാര്യത്തിനായി ഇവർ ചുറ്റുമുള്ളതെല്ലാം മറന്ന് കഠിനമായി പരിശ്രമിക്കും. താല്പര്യമുള്ള കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണിവർ. സ്നേഹവും ദയയുമുള്ളവരും ചുറ്റുമുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരുമാണ് ഇക്കൂട്ടർ. പണം സമ്പാദിക്കാനും മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും ശേഷിയുള്ളവരുമാണ്. ഉറച്ച തീരുമാനങ്ങളും ദൃഢനിശ്ചയവുമുള്ളവരാണ് ഫെബ്രുവരി മാസത്തിൽ ജനിച്ച സ്ത്രീകൾ. ഒരു തീരുമാനമെടുത്താൽ ഇവർ പിന്നെ അതിൽ നിന്ന് പിന്മാറില്ല. മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരും ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരുമാണ് ഇക്കൂട്ടർ. ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് മാർച്ച് മാസത്തിൽ ജനിച്ച സ്ത്രീകൾ. സത്യസന്ധരും ആദർശശാലികളുമായ ഇവർക്ക് ഏത് കാര്യങ്ങളിലും ശരിയായ തീരുമാനമെടുക്കാൻ സവിശേഷമായ ഒരു കഴിവുണ്ടാകും. ദയാലുക്കളും സ്നേഹസമ്പന്നരുമാണ്. കലാമേഖലകളിൽ അഭിരുചിയുള്ളവരുമാണ് ഇക്കൂട്ടർ. ആകർഷകമായ വ്യക്തിത്വവും ഏത് പ്രശ്നത്തിലും പരിഹാരം കണ്ടെത്തുവാനുള്ള കഴിവും ഏപ്രിൽ മാസത്തിൽ ജനിച്ച സ്ത്രീകളുടെ സവിശേഷതകളാണ്. അതിശയകരമായ ഓർമ്മശക്തി ഇവർക്ക് ജന്മനാ ഉള്ളതാണ്. ഇവരോട് കാണിക്കുന്ന അനീതികളോടും മറ്റും ഇവർ ക്ഷമ കാണിക്കുമെങ്കിലും അതൊന്നും ഒരിക്കലും ഇക്കൂട്ടർ മറക്കുകയുമില്ല. മെയ്, ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകളാണ് മെയ് മാസത്തിൽ ജനിച്ച സ്ത്രീകൾ. സമൂഹത്തിൽ നിന്ന് ബഹുമാനവും അംഗീകാരവും ഇവരെ തേടിവരും. ചുറ്റുമുള്ളവരെ സഹായിക്കാൻ സന്മനസ് കാണിക്കുന്നവരുമാണ്. ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും വിവേകശാലികളുമാണ് ഇക്കൂട്ടർ. എപ്പോഴും ഒരു കുട്ടിത്തം മനസ്സിൽ സൂക്ഷിച്ച് പെരുമാറുന്നവരാണ് ജൂൺ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ. നർമ്മപ്രിയരും അത് ആസ്വദിക്കുന്നവരും എല്ലാവരെയും രസിപ്പിക്കുന്നവരുമാണ് ഇക്കൂട്ടർ. കൂടെയുള്ളവരുടെ വളർച്ചയിൽ അസൂയയും അസഹിഷ്ണുത ഉള്ളവരുമാണ്. എല്ലാം വളരെ വൈകാരികമായി കാണുന്നവരാണ് ജൂലൈ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ. കുടുംബത്തിനെപ്പോഴും പ്രാധാന്യം നൽകുന്നവരും അവരെക്കുറിച്ച് ചിന്തിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണിവർ. ബന്ധങ്ങൾക്ക് വളരെ മൂല്യം കൽപ്പിക്കുന്നതിനാൽ അത് സംരക്ഷിക്കുന്നതിനായി കഠിനമായി പ്രയത്നിക്കാൻ മടിയില്ലാത്തവരുമാണിവർ. നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇവരെ സങ്കടത്തിലാഴ്ത്താം. മാന്യമായ പെരുമാറ്റവും കുലീനത്വവും ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച സ്ത്രീകളുടെ സവിശേഷതകളാണ്. കലയിൽ അത്യധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളുമാണ്. സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നത് ഇവർക്ക് വളരെ ആവേശകരമായ ഒരു കാര്യമാണ്. ഏത് സാഹചര്യത്തിലും അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഇക്കൂട്ടർക്ക് കഴിവുണ്ട്. വളരെ കാര്യപ്രാപ്തിയുള്ള സ്വഭാവ സവിശേഷതകൾ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച സ്ത്രീകൾക്കുള്ളത്. കുടുംബത്തിലായാലും ഓഫീസിലായാലും സംരംഭങ്ങളിലായാലും കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കി നടത്തുവാനുള്ള ശേഷിയുള്ളവരുമാണ്. ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് ഇക്കൂട്ടരെ ശ്രദ്ധേയരാക്കും. കഠിനമായി പരിശ്രമിക്കാൻ മടിയില്ലാത്തവരാണ് ഒക്ടോബർ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ. തങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാക്കുന്നതുവരെ ഇക്കൂട്ടർ പരിശ്രമിക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനെ ഇവർ ഗൗനിക്കാറുമില്ല. തങ്ങളുടെ ലക്ഷ്യത്തിലായിരിക്കും ഇവരുടെ ശ്രദ്ധ മുഴുവൻ ചെലുത്തുക. അതിശയകരമായ ആത്മാർത്ഥതയാണ് നവംബർ മാസം ജനിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും സവിശേഷത. എല്ലാ കാര്യവും പോസിറ്റീവായും ബുദ്ധിപരമായും ചിന്തിക്കുന്നവരാണ് ഇവർ. വളരെ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവരുമാണ്. വളരെയധികം ശ്രദ്ധ നേടുന്ന സ്വഭാവത്തിനുടമകളായിരിക്കും ഡിസംബർ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ. ഇവർ സമൂഹത്തിനു വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നവരും അതിനായി ആത്മാർത്ഥമായും കഠിനമായി പരിശ്രമിക്കുന്നവർ കൂടിയാണ്. വിശാല മനസ്കരായ ആളുകളായിരിക്കും ഇക്കൂട്ടർ.